വീണ്ടും ഒരു പ്രഭാത ഭക്ഷണത്തിനായി എത്തിയിരിക്കുകയാണ്. ശകലം മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയ്ക്കകത്ത് കുരുമുളക് ഇടുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഫ്രഷ് കുരുമുളക് പൊടി ഉണ്ടാക്കി പത്രത്തേക്ക് ഇടുന്നു. ഇതുപോലെ തന്നെയാണ് ഉപ്പിടുന്നതും. കല്ലുപ്പ് ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ കല്ലുപ്പ് പൊടിഞ്ഞ് ഏറ്റവും ശുദ്ധവും ഫ്രഷുമായിട്ടുള്ള ഉപ്പും വീഴും. മെൽബണിലെ 2ാം ദിനം വിനോദയാത്ര ആരംഭിച്ചിട്ട് ആദ്യത്തെ സ്റ്റോപ്പാണ് ഇത്. കൊളാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു കായലിൻ്റെ കരയിൽ കൊണ്ടുവന്ന് നിർത്തി ഞങ്ങൾക്കെല്ലാവർക്കും കാപ്പിയും മഫിനും ടൂർ കമ്പനി തന്നു. ഇവിടെ ഇപ്പോൾ കരയിൽ നല്ല വെയിലുണ്ട്. രാവിലെ 10 മണി കഴിഞ്ഞിരിക്കുന്നു. 2 മണിക്കൂറോളം രാവിലെ ഹോട്ടലിൽ നിന്നും യാത്ര ചെയ്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള പക്ഷികളുണ്ട്. ഇവിടെ ഒരു പെലിക്കനെ കാണാം. മറ്റ് പലതരത്തിലുള്ള പക്ഷികളും ഇവിടെ ഈ കരയിലുണ്ട്. ഇവിടുത്തെ ഒരു ഇഷ്ട വിനോദമാണ് മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവന്ന് ആരെങ്കിലും പൈസ വല്ലതും കളഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയെടുക്കുക. അതിവിടെ ഈ 2 കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും കൂടെ രാവിലെ തൊട്ട് ഇറങ്ങിയിട്ടുണ്ട് മെഷീനൊക്കെയായിട്ട്. ആ കാണുന്ന വാട്ടർ സ്കൂട്ടർ ഓടിക്കുന്നത് അദ്ദേഹം സ്വന്തം സ്കൂട്ടർ രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ ബോട്ട് റാമ്പ് വഴി സാധനം അങ്ങോട്ട് ഇറക്കി കാറിൽ തന്നെ കൊണ്ടുവന്ന് പെട്രോളൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കുഞ്ഞുങ്ങളെയായിട്ട് രാവിലെ വെള്ളത്തിലേക്ക് ഇറങ്ങി വൈകിട്ട് വരെ ഇവിടെ ഇങ്ങനെ വേറെ 2 കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഓടിച്ച് ആസ്വദിച്ച് 1978 ഇംഗ്ലണ്ടിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പുറപ്പെട്ട ഒരു യാത്രാ കപ്പലാണ് ലോക്ക് ഹാർട്ട്. മെയ് മാസം 31-ാം തീയതി കനത്ത മൂടൽ മഞ്ഞിലും തിരയിലും പെട്ട് ഈ കാണുന്ന മലയിടുക്കുകളിൽ കപ്പൽ തകർന്നടിഞ്ഞു എന്ന് ചരിത്രം പറയുന്നു. ആ യാത്രയിലുണ്ടായിരുന്ന 2 പേർ മാത്രം രക്ഷപ്പെട്ടു. അതിൽ ഒരാളായ ടോം മറ്റ് 2 കപ്പലപകടങ്ങളിൽപ്പെടുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു എന്നും ചരിത്രം പറയുന്നു. ഈ കാണുന്ന രീതിയിൽ ഈ മലയിടുക്കുകൾ കാലക്രമേണ ആയിത്തീർന്നു. പ്രിയമുള്ളവരെ, ഈ ഓസ്ട്രേലിയൻ യാത്രയുടെ അവസാന പാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണമായ ഹെലികോപ്റ്റർ യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. പുറകിൽ കാണുന്ന ഹെലികോപ്റ്ററിൽ ഞങ്ങളെ കയറ്റി ഇവിടുത്തെ ആകർഷണം കടലിൽ കൊണ്ടുപോയി കാണിക്കും. 45 കിലോമീറ്റർ ദൂരം ട്രെയിനിൽ കൂടെ കൊണ്ടുപോകും എന്നാണ് ഇവിടുത്തെ സൈൻ ബോർഡ് പറയുന്നത്. Seatbelt by rotating the buckle. You'll then be able to pull up on the orange tab of your life jacket. That will unroll it. You can then place it over your head. Do not inflate it until you have exited the aircraft. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സംസ്ഥാനത്തിൻ്റെ പടിഞ്ഞാറൻ കടൽ തീരത്ത് കാണപ്പെടുന്ന ചുണ്ണാമ്പ് കല്ലിലുള്ള പാറമടക്കുകളെ 12 അപ്പോസ്റ്റൽസ് ഇൻ വിക്ടോറിയ എന്ന് പറയപ്പെടുന്നു. അത് കാണുവാനായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. കരയിൽ നിന്ന് കാണുന്നതിനേക്കാൾ മനോഹരമാണ് ഹെലികോപ്റ്ററിലൂടെയുള്ള കാഴ്ച എന്നുള്ള അനൗൺസ്മെൻറ്റിനെ അടിസ്ഥാനമാക്കി ഞങ്ങൾ 4 പേരും ഇപ്പോൾ ഹെലികോപ്റ്ററിൽ കയറി ഇത് കാണുവാനായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ആ കാഴ്ചകൾ ആസ്വദിക്കാം.
കാട്ടിൽ നാച്ചുറലായിട്ടിരിക്കുന്ന ഒരു കോളായി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയ ട്രാഫിക് ജാമുണ്ട്. അതിരുന്ന് ഉറങ്ങുന്നത് കാരണം കാണാനായിട്ട് ഒത്തിരി പേര് ഇറങ്ങിയിട്ടുണ്ട്. മെയ്റ്റ്സ് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. മെയ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന ആദ്യത്തെ വന സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെ പേരിലാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത്. അദ്ദേഹം ശരിയായ വളർച്ചയെത്തിയ മരങ്ങൾ മാത്രം മുറിക്കാൻ അനുവാദം നൽകിയിരുന്ന ഒരു ഓഫീസറായിരുന്നു. ലോകത്തിലെ ഏറ്റവും മൂന്നാമത്തെ പൊക്കം കൂടിയ മരം ഇവിടെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചിത്രം കാണിക്കാം. അതിനെ ഓൾറെഡി 1-2 ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. അന്നേരം ഒന്നും വീഡിയോ എടുക്കാൻ തോന്നിയില്ല, ഇപ്പോഴാണ് തോന്നിയത്. അതുകൊണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് അതിൻ്റെയും കൂടെ വീഡിയോ എടുത്ത് കാണിക്കാം. നമ്മുടെ ഗൈഡ് നല്ല അറിവുള്ള ആളാണ്. അദ്ദേഹം എല്ലാ കാര്യവും വ്യക്തമായി വിശദീകരിച്ച് തരുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം. See these very slender ferns? We have a very amazing name for those. We call them slender ferns. നമ്മുടെ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞുകൂടാ. പ്രകൃതിയെ സംരക്ഷിച്ച് എന്നാൽ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി നടപ്പാതകളെല്ലാം നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ. ഇതിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ അനുവാദമുള്ളൂ. 200 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു മെർട്ടൽ ബീച്ച് ട്രീ ആണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. Guys, if you have a look over here, നേരത്തെ പറഞ്ഞ ആ ഭീമൻ മരത്തിൻ്റെ ചോട്ടിലാണ് ഇപ്പോൾ സുനിത ടീച്ചർ നിൽക്കുന്നത്. ഇത് ഇടിവെട്ടേറ്റ് ഉണങ്ങി ഒടിഞ്ഞുപോയൊരു മരമാണ്. അവിടെ ആദ്യം കാണിച്ചൊരു മരത്തിൽ 80 മീറ്റർ ഉയരമുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അതിൻ്റെയും കൂടെ ഫോട്ടോയോ വീഡിയോയോ എടുക്കാം. വീണ് കിടക്കുന്ന ഭീമാകാരനായ ഒരു മരത്തിനരികിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരാൾക്ക് കയറി നിൽക്കാൻ ഉള്ള സ്ഥലമുണ്ട്. അത് ആളുകൾ അതിനകത്ത് കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നത് കൊണ്ടാണ് ഗ്രൂപ്പ് മുന്നോട്ട് നീങ്ങാത്തത്. ഈ മരത്തിൻ്റെ പൊക്കമൊന്ന് നമുക്ക് കാണാം. ഇതിവിടെ നിന്ന് ഇങ്ങനെ വീണ് കാണാമോ? ഇങ്ങനെ വീണ് അങ്ങ് അറ്റത്ത് വരെ പോയിരിക്കുകയാണ്. ഇതിപ്പോൾ ദ്രവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ട മരത്തിൻ്റെ മൂട് വീണ് കിടക്കുന്നല്ലോ ധരണിയിൽ. അതിൻ്റെ മൂടിതാ നിൽക്കുന്നു. റെഡ് ഓക്ക് എന്ന് പറയുന്ന ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രീ. ഇതിൻ്റെ വലിപ്പമൊക്കെ കാണണമെങ്കിൽ നേരിട്ട് വന്ന് നോക്കണം. ഇത് കപ്പൽ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ തടി ശക്തവും വളരെ നീളത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടും വളരുന്ന ട്രീ ആയതുകൊണ്ട് കപ്പൽ നിർമ്മാണത്തിന് ഉപകരിക്കുന്ന ഒരു മരമാണ് റെഡ് ഓക്ക്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ഓസ്ട്രേലിയൻ യാത്രയുടെ അവസാന മണിക്കൂറുകളിലാണ്. ഇപ്പോൾ വൈകിട്ട് 8 മണി അടുപ്പിച്ചായിക്കൊണ്ടിരിക്കുന്നു. നല്ല സൂര്യപ്രകാശമുണ്ട്. നമ്മളീ നിൽക്കുന്നത് നമുക്ക് കാണാവുന്നത് പോലെ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് എന്ന് പറയുന്ന ഒരു റോഡിൻ്റെ ആരംഭത്തിലാണ്. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കടലിൻ്റെ തീരത്തൂടെ മണിക്കൂറുകളോളം ഓടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇത് കാണാനായിട്ടാണ് ഇന്ന് രാവിലെ മെൽബണിൽ നിന്നും മറ്റ് 20 പേരോട് കൂടെ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ കടൽ തീരത്ത് നിർത്തിയിട്ട് നമ്മൾ ഈ സ്ഥലം എല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മടക്കയാത്രയിലാണ്. പ്രിയ സുഹൃത്തുക്കളെ, സംഭവബഹുലമായ ഒരു ഓസ്ട്രേലിയൻ യാത്രയുടെ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന യാത്രയുടെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിൽ കാണുന്ന L8 എന്ന് പറയുന്ന ഗേറ്റിൽ നിന്നും വൈകിട്ട് 10:30 മണിക്കാണ് തിരുവനന്തപുരത്തിനുള്ള മടക്കയാത്ര. ഇപ്പോൾ ഞങ്ങൾ വിമാനത്തിൽ കയറുവാനായി ഇവിടെ വന്നിരിക്കുകയാണ്. സാറക്കുട്ടി ഞങ്ങളുടെ യാത്രാ വിവരണങ്ങളുടെ എഡിറ്റിങ്ങിലാണ് ബിസിയായിട്ട്.
ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നത് തിരുവനന്തപുരത്തു നിന്നും പ്രവർത്തിക്കുന്ന ലൈഫ് ലൈൻ ഹോളിഡേയ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. മുൻപും അവർ ഞങ്ങളെ യാത്രകൾക്ക് സഹായിച്ചിരുന്നു. അവിടുത്തെ സുനിൽ വർഗീസ് ആണ് ഇതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു.